എന്തുവാ അത്? ഞാൻ അനൗൺസ് ചെയ്യാൻ പോവാണ്. ആര് വനങ്ങരുത്, കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്തോണം. ഹലോ 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 പ്രിയമുള്ളവരെ, കൊട്ടാരക്കര കുഞ്ഞമ്മ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ലോണെടുത്ത് വെച്ച പാമ്പിന്റെ മാളം എന്ന നാടകം അടുത്ത 3ാമത്തെ പഴത്തോടു കൂടി ആരംഭിക്കുന്നതാണ്. നീയൊക്കെ ക്രിയം കൊണ്ടാക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞത് സംസാരിക്കരുത് കേട്ടോ. പ്രിയമുള്ളവരെ, നാടകരചന കക്ഷം കീറി. നാടക സംവിധാനം അയച്ചാ മതി ശരിയാകും. അങ്ങോട്ട് പോവാം. ഒരു കാര്യം ചെയ്യാം. പ്രിയമുള്ളവരെ, നാടകത്തെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാം. മോന്ത തുടച്ചോണ്ടിരിക്കുന്നു. അയ്യോ, മുടിഞ്ഞോനെടുത്ത് പേപ്പർ കൊണ്ട് മോന്ത തുടച്ചുകൊണ്ട് നേരെ നാടകത്തിലേക്ക് കടക്കുകയാണ്. നാടകം ആരംഭിക്കുന്നു. ബെല്ല് കൊടുക്കരുത്, ബെല്ല് കൊടുക്കരുത്, ബെല്ല് ഇപ്പഴേ കൊടുക്കരുത്. പ്രോപ്പർട്ടി ബോക്സ് എടുത്തിട്ടില്ല. പ്രോപ്പർട്ടി ബോക്സ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അഭിനയിക്കുന്ന വാസുവും വന്നിട്ടില്ല. എന്റെ ദൈവം, ഒരു കാര്യം ചെയ്യാം. ഏതായാലും അനൗൺസ് ചെയ്ത് പോയി. നാടകം തുടങ്ങാതിരിക്കാൻ നിവൃത്തിയില്ല. സൂട്ട് കേസ് ഒക്കെ എന്തോ ചെയ്യും? കിട്ടുന്ന പ്രോപ്പർട്ടി എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ചെയ്താൽ മതി. ഇവിടെ സ്റ്റേജിന്റെ ബാഗിൽ കുറെ സാധനം കിടപ്പുണ്ട്, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. കളിച്ച് കയറ്റിയാൽ മതി. പ്രോപ്പർട്ടി ഒരു വിഷയമല്ല. ബെല്ല് ബെല്ല് ബെല്ല്. ഓക്കെ. ദീപം ദീപം ദീപം. വിളക്കെടുത്തില്ലേ? വിളച്ചിലെടുക്കരുത്. കിട്ടുന്നത് കൊണ്ട് വന്നതും പോരാ. ഉമ്മറത്ത് മമ്മട്ടി വിളക്ക് വെച്ചു. അത്താഴപ്പട്ടിണിക്കാരുണ്ടോ? അത്താഴപ്പട്ടിണിക്കാരുണ്ടോ? ഉണ്ടില്ല. കണക്കായി പോയി. ഇവിടെ ഇരിക്കുന്നല്ലാതെ പുഴുങ്ങി തരാന്. കഴിഞ്ഞില്ലേ രാധേ? ഇല്ല. ഇതാരാ? പാമ്പാടി രാജനോ? വിശറി പ്രോപ്പർട്ടി കിട്ടിയില്ല, ഉള്ളത് കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. രാധേ, എന്തോ ഇതുവാണല്ലോ. നീ അറിഞ്ഞായിരുന്നോ? പിന്നെ അതുകൊണ്ടല്ലേ മമ്മട്ടി വിളക്കിന് പകരം കൊണ്ടുവച്ചേക്കുന്നേ. ഗാന്ധി നാടകത്തിലെ ഡയലോഗാണ്. ഞാൻ പറയുന്നത് ശരിയാകുമോ എന്ന് എനിക്കറിയില്ല. 7 സ്റ്റേജായിട്ട് ശരിയായിട്ടില്ല. ഇന്നെങ്കിലും ശരിയായാ മതിയായിരുന്നു. നമ്മളുടെ മകൾ ഉണ്ണിമായ എന്തു പറ്റി? 8ാമത്തെ സ്റ്റേജിൽ ഉണ്ണിമായ ശരിയായിട്ട് പറഞ്ഞു. 10-12 വർഷമായിട്ട് പാരലൽ കോളേജ് പഠിക്കുന്ന നമ്മുടെ ഉണ്ണിമോൾ വരേണ്ട സമയമായിട്ടും ഇതുവരെ കണ്ടില്ലല്ലോ. സ്കൂൾ ബാഗ് ഒപ്പിക്കാൻ കിടന്ന് പെടാപ്പാട് പെടുന്നത് ഞാൻ കണ്ടു. ഒപ്പിച്ചാ മതിയായിരുന്നു. ദാ മകൾ ഉണ്ണിമായ വരുന്നു. അല്പനേരം സംസാരിച്ചുകൊണ്ടിരിക്കൂ, ഞാൻ പോയി എളുപ്പം ചായ എടുത്തുകൊണ്ട് വരാം. അവൾ അങ്ങനെ രക്ഷപ്പെട്ടു. മോളെ, ഓച്ചാന്നോ ക്യാമ്പ് വിളിക്കുന്ന പോലെ എന്നെ വിളിക്കരുത് കേട്ടോ. അല്ല, ഓ അച്ഛാ. ഉണ്ണിമോളെ, സ്കൂൾ ബാഗ് നന്നായിരിക്കുന്നു. ഒപ്പിച്ചു. അച്ഛാ, ഡയലോഗ് ഉണ്ടെങ്കിൽ വേഗം പറയണം. അതെന്താ? ഇല്ലെങ്കിൽ ഈ സ്കൂൾ ബാഗ് അന്വേഷിച്ച് ആ പൊരിക്കാരൻ ഇങ്ങോട്ട് വരും. എങ്കിൽ പെട്ടെന്ന് പറഞ്ഞു തീർത്തോളൂ. അച്ഛാ, എന്തിനാണ് അച്ഛാ 10-12 കൊല്ലം ഞാൻ പാരൽ കോളേജിൽ പോയ കാര്യം ഇവിടെ പറഞ്ഞത്? നിന്റെ പ്രായത്തിന്റെ ലോജിക്ക് പിടിക്കണ്ടേ? ആരാ അത്? പോസ്റ്റ്മാൻ ആണ്. കടന്നു വരൂ. പോസ്റ്റ്മാൻ കടന്നു വരട്ടെ. എന്താണിത്? ഒരു കത്തുണ്ട്. ഓഹോ, മോളെ, ഇത് കണ്ടോ? പണ്ട് നാട് വിട്ടുപോയ എന്റെ അനന്തരവൻ ബോംബെയിൽ പോയി കോടീശ്വരനായി വിഷുദിനത്തിൽ ഇന്ന് എത്തുന്നുണ്ടെന്ന് നീ വായിച്ചു നോക്കിക്കേ. ഞാൻ വായിച്ചാലും ഇതൊക്കെ തന്നെ ഉള്ളൂ അച്ഛാ. ഓഹോ, കത്ത് വായിച്ചു കഴിഞ്ഞെങ്കിൽ തിരികെ തരാമായിരുന്നു. ഈ കത്തെന്തിനാ തിരികെ തരുന്നത്? ഈ കത്ത് കൊണ്ട് നൂർത്ത് വെച്ചിട്ട് വേണം മുകളിലത്തെ ബൾബ് കെട്ടാൻ. ആയിക്കോട്ടെ, കത്ത് കൊണ്ടുപോകൊള്ളുക. ആയിക്കോട്ടെ മോളെ, കക്കൂസി കൊണ്ടുപോകുന്ന സീൻ ഇതിനകത്തില്ല. ഇതാ കപ്പിലെ ചായ. പുതിയ കപ്പാണല്ലേ? ഒപ്പിച്ചു. ഉണ്ണിമോളെ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ അച്ഛാ? നീ ഇവിടുത്തെ അളിച്ചു കളിക്കാരി. അളിച്ചു കളിക്കാരിയോ? അത്രയും തന്നെ പറഞ്ഞു പറ്റുവച്ച പാടി എനിക്കറിയാം. അവത്തെ കയറി പിടിക്കല്ലേ. അവരുടെ മകൾ വേണുവുമായിട്ട് നിനക്കെന്താടി ബന്ധം? ഞാനും വേണുവുമായി പ്രണയത്തിലാണ് അച്ഛാ. നീ വേണുവുമായി പിന്നെയും പ്രണയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കപ്പിനകത്തെ ചായക്കകത്ത് ഈ വിഷം കലക്കി കൂടി ആത്മഹത്യ ചെയ്യേണ്ടി വരും. എനിക്ക് വേണ്ട. പറ്റൂ. ആ വിഷത്തിന്റെ ഉപയോഗം കഴിഞ്ഞെങ്കിൽ അതിന് തിരികെ തരാമായിരുന്നു. എന്തിനാ?
ഈ വിഷം ഇട്ടുകൊണ്ട് വേണം എനിക്ക് മുകളിൽ കയറി കർട്ടൻ കെട്ടാൻ. ഇയാടെയായിരുന്നു ഈ വിഷം? അതെ. വല്ലപ്പോഴും ഒന്ന് കഴുകി വെക്കണോ ആ വിഷം? കഴുകിയാൽ വീര്യം കുറയില്ലേ? നമുക്കകത്തേക്ക് പോകാം. അങ്കിൾ ഞങ്ങൾ അകത്തേക്ക് പോവും. ആയിക്കോട്ടെ. ഉണ്ണിമായേ, വേണുവേട്ടൻ ഉണ്ണിമായേ. വേണുവേട്ടാ, ഓ, എന്താണിത്? വരുന്ന വഴിക്ക് ഭയങ്കര വെയില്, കൊടയും കുടങ്ങെടുത്തു. ഉണ്ണിമായേ, ഞാൻ ജോലി ചെയ്യുന്ന ഫാക്ടറിയിൽ നിന്നും ഇന്ന് എനിക്ക് ശമ്പളം കിട്ടി. ആ ശമ്പളം കൊണ്ട് നിനക്ക് ഞാനൊരു സമ്മാനം വാങ്ങി. എവിടെ? ഒരു സ്വർണമാല. കാണട്ടെ. കൊട ഇവിടെ ഇരിക്കട്ടെ. എന്താ വേണോട്ടാ പുറത്തൊരു ശബ്ദം? ഈ സ്വർണമാലയുടെ മുതലാളി അവിടെ ആരെയോ ഓട്ടിച്ചിട്ട് കടിക്കുന്നു. ഉണ്ണിമായേ, വേണുവേട്ടാ, ഉണ്ണിമായേ, വേണുവേട്ടാ, ഉണ്ണിമായേ. വേണുവേട്ടാ. ആ മ്യൂസിക് ഇടുന്നവൻ ചത്താടാ. അമ്പിളിപ്പൂമാരനോ സുന്ദരനാ മജ്നുവോ അമ്പിളിപ്പൂമാരനോ സുന്ദരനാ മജ്നുവോ നീ മധുചഷകവുമായി കൊഞ്ചി നിൽക്കും മൈനയോ നെഞ്ചലിയും ലൈലയോ നീ സുഖലഹരിയുമായി വാ. രാധേ, എന്തോ ഇന്നത്തെ പത്രത്തിൽ എന്തൊക്കെ വാർത്തകളാന്ന് നോക്കിയേ. ലഹരി മാഫിയയുടെ പ്രകടനങ്ങളുമൊക്കെ. ആരാ ഷട്ടില്ലാതെ ഓടിയത്? ഈ പത്രത്തിന്റെ ഉടമയാണെന്ന് തോന്നുന്നു. എങ്കിൽ പത്രം അങ്ങോട്ട് മാറിക്കിടക്കട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ എന്റെ അനന്തരവൻ ബോംബെയിൽ പോയി കോടീശ്വരനായി ലക്ഷപ്രഭുവായി ഇന്നിവിടെ എത്തുകയാണ്. ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. അവനിപ്പോ എത്തുമായിരിക്കും. നമുക്കവനെ വേണ്ട വണ്ണം സ്വീകരിക്കണം. അതെ. കറക്റ്റ് വ്യൂ കിട്ടിയപ്പോ എത്തി. അമ്മാവാ, ആ ഞാനെത്തി. എത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യം പ്രോപ്പർട്ടി അങ്ങോട്ട് വിശദീകരിച്ചു കൊടുക്ക്. അമ്മാവാ, ആ, ബോംബെയിൽ ഞാൻ കോടീശ്വരനാണ്. ഓഹോ, ഈ സൂട്ട് കേസ് നിറയെ കോടികളാണ്. സൂട്ട്കേസോ? അതെ എന്നിട്ട് സാമ്പാർ കമത്തി കളഞ്ഞോ? അപ്പൊ പച്ചർച്ചോട്ട് ഇരുന്ന് ജന്നത്തെ ഉള്ളുന്നു. അമ്മാവാ, ആ, അപ്പൊ ഇതെന്താണ്? ഇത് ബോംബെ അധോലോകം അടക്കി വാഴുന്ന ഒരു ദാദോങ്കി ദാദയാണ് ഞാൻ. എതിർക്കുന്നവരെ ഈ തോക്ക് വെച്ച് ഞാൻ വെടിവെച്ച് കൊല്ലും. ഈ തവി വെച്ച് വെടിവെച്ച പഴം വരും. മായൂട്ടി ഇവിടെ. മാളൂട്ടി അകത്തുണ്ട്. മായൂട്ടി വിളിക്കൂ. മാകൂട്ടി വിളിക്കാനോ ഞാനോ? ആയക്കുട്ടിയെ വിളിക്കൂ. ഓഹോ, മാളൂട്ടി. മുരളിയേട്ടാ, മായക്കുട്ടി എന്റെ മുരളിയേട്ടാ, എവിടെയായിരുന്നു? ഞാൻ ഇവിടെയായിരുന്നു. നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അത്? ഒരു ഐഫോൺ. ആഹാ, ഇതേ മോഡലാണല്ലോ. പുതിയ മോഡൽ, സ്ക്രാച്ച് പോലും വീണിട്ടില്ല. വിഷു ആയിട്ട് ആ. അമ്മാവിക്ക് ഒരു കസവ് പുടവ. എന്തേ കാണിച്ചേ? കസവ് പുടവാ. പെട്ടെന്ന് എടുത്തോണ്ട് വാ. ആ, അടുത്ത വിഷുവിനെ കൊടുക്കുന്നുള്ളൂ. അമ്മാവാ, ആ, അമ്മാവന് വേണ്ടിയാണ് ഈ സൂട്ട് കേസ് നിറയെ പണം. അമ്മാവന്റെ കയ്യിൽ ഇരിക്കട്ടെ. എന്നെയും വെറുതെ വിടത്തില്ലല്ലയോ. അമ്മാവന്റെ കടങ്ങളെല്ലാം തീരട്ടെ. ഈ എന്റെ കട തീർന്നില്ലേലും എന്റെ ആടിന്റെ വിശപ്പ് തീരും. അനന്തരവാ, എന്തോ? എന്റെ ഈ മകളും നീയുമായിട്ടുള്ള വിവാഹം നടത്തുവാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. മായക്കുട്ടി, നിറപറയും നിന്റെ വിളക്കും കതിരും ചെണ്ടമേളവും വാദ്യഘോഷങ്ങളും നാദസ്വരവും തന്നെ എല്ലാ അകമ്പടിയോടുകൂടി വളരെ ആർഭാടമായിട്ടുള്ള ഒരു കല്യാണം ഞാൻ നടത്തുന്നതായിരിക്കും. പറഞ്ഞു കയറി പോകുന്നത് ഉള്ള സാധനമൊക്കെ പറ, വല്ലതൊക്കെ നടക്കട്ടെ. ഒരു കാര്യം ചെയ്യാം. ആർഭാടം വേണ്ട മകനെ, നമുക്ക് രജിസ്റ്റർ മാരേജ് മതി. അതാകുമ്പോ കമ്മിറ്റി ഓഫീസിൽ പേരെങ്കിലും കാണുമല്ലോ. ഓക്കേ. ഈ കല്യാണം നടക്കില്ല. നടക്കാൻ വയ്യാത്ത ആരോ വരുന്നുണ്ട്. ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ആഹാ, അഥവാ ഈ കല്യാണം നടത്തിയാൽ ഇവിടെ വെച്ച് ഞാൻ കഴുത്തറുത്ത് മരിക്കും. ആ ക്ലാപ്പ വിഷം കുടിച്ചേ ആകുവാന്നാ. പിന്നെ ഇത്ര ആളെയിലേക്കുമ്പോ ഞാൻ അവന്റെ നിക്കറ് തിന്നാൻ പോവില്ലേ? അതൊന്നും നടക്കത്തില്ല. അനുവദിച്ചില്ലെങ്കിൽ ആ. ഈ തോക്ക് വെച്ച് തന്നെ ഞാൻ വെടിവെച്ച് വീഴ്ത്തും. തോക്കാ? അത് കത്തിയില്ലേ? സത്യം. ഓക്കേ, ആ. ഈ കത്തി വെച്ച് നിന്നെ ഞാൻ വരഞ്ഞു വരഞ്ഞു കൊല്ലും. എന്നാ പറഞ്ഞേ, ഞാൻ കാണട്ടെ എങ്ങനെയാന്ന്. എടാ, വെടിയുടെ ശബ്ദം. നിന്നെ കൊണ്ട് നടക്കത്തില്ല. ഇങ്ങനെ ഇല്ല, വേണുവേട്ടൻ ഇല്ലാത്ത ഈ ഭൂമിയിൽ ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല. മായക്കുട്ടി, പ്രോപ്പർട്ടി
പ്രോപ്പർട്ടി ഇല്ലാത്ത ഞാൻ ഇനി എങ്ങനെ ചാവും? പ്രിയമുള്ളവരെ, പ്രോപ്പർട്ടി ഇല്ലാത്ത ഈ നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. അണ്ണാ രക്ഷപ്പെട്ടണ്ണ. ആ. പ്രോപ്പർട്ടി ഇല്ലാത്തൊന്നും വിഷയമല്ല, അവർക്ക് നാടകം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും പോയി തരാം. പൈസ. യ്യോ, ഇതെന്താ ഇത്? അണ്ണാ, നമ്മുടെ കയ്യിൽ പ്രോപ്പർട്ടി ഇല്ലല്ലോ, ആ. അപ്പൊ നമുക്ക് തരാനുള്ള പൈസയും അവരുടെ കയ്യിലില്ല. യവനിക